വിശദമായ വാർത്തകൾ നോക്കാം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഗംഗാവലി നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്നുണ്ടായിട്ടില്ല. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പുഴയിൽ രൂപപ്പെട്ട മൺകൂന നീക്കം ചെയ്യുന്നതാകും രക്ഷാദൌത്യത്തിന്റെ അടുത്ത ഘട്ടം. ഇതിനായി തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കും. അതിനു മുൻപായി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനും ചിരൂരിലെത്തി അടിയൊഴുക്കുള്ള നദിയിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കും. അതേസമയം കരസേനയുടെ തിരച്ചിൽ തുടരും. ശിരൂരിൽ നിന്ന് എസ് വിനേഷ് കുമാർ ചേരും. വിനേഷിലോട്ടെത്താം ഉടൻ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് അർജുനെ കാണാതായിട്ട് 14 ദിവസം പൂർത്തിയാവുകയാണ്. പക്ഷേ ഈ ദിവസം ഇന്ന് നദിയിൽ തിരച്ചിലുണ്ടായേക്കില്ല എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കൃത്യമായ സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. തിരച്ചിൽ നിർത്തരുതെന്ന് ആവശ്യപ്പെട്ട്, പക്ഷെ അപ്പോഴും പ്രതികൂല കാലാവസ്ഥ വലിയ വെല്ലുവിളി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ കർണാടക തൽക്കാലത്തേക്ക് മാത്രം നദിയിൽ തിരച്ചിലുണ്ടാവില്ല എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്തായാലും അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നാണ് കർണാടക അറിയിച്ചിരിക്കുന്നത്. ശിരൂരിൽ നിന്ന് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, എന്തായാലും ഇന്ന് ഗംഗാവലി നദിയിൽ തിരച്ചിലുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം അത്രമാത്രം വലിയ അടിയൊഴുക്കാണ്, വലിയ പ്രതിസന്ധികളാണ് ഇത്ര ദിവസം നമ്മൾ തരണം ചെയ്തത്. ഇന്ന് 14 ദിവസത്തിലേക്ക് എത്തുകയാണ് അർജുനെ കാണാതായിട്ട്. ഇനി എന്താണ് അടുത്ത ഘട്ടം? അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ഘട്ട ദൗത്യം എന്നുള്ളത് ഇനി പ്രധാനമായും ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മണ്ണ് മാറ്റിയിടുക എന്നുള്ളതാണ്. അതിന് തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവും. പക്ഷേ അത് ഇത്രത്തോളം കുത്തൊഴുക്കുള്ള ഗംഗാവലി നദിയിൽ അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടക ആ സംശയം കേരളത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 25 അടി വരെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിന്നുകൊണ്ട് നിർത്തിക്കൊണ്ട് വെള്ളത്തിൽ നിർത്തിക്കൊണ്ട് ഇത് മണ്ണ് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഇവർ പറയുന്നത്. അതായത് കേരളത്തിലെ മണ്ണുത്തി സർവകലാശാലയിലാണ് ഇതുള്ളത്. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് വളരെ പവർഫുള്ളാണ്, ഒപ്പം തന്നെ പെർഫെക്റ്റായി ഇത് ചെയ്യാൻ കഴിയും എന്നും പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഗംഗാവലിയിൽ എത്തുമ്പോൾ എത്രത്തോളം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തണം. ആ പരിശോധന നടത്താനുള്ള സംഘം തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അവരെത്തിക്കഴിഞ്ഞാൽ നാളെയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുക. പരിശോധന നടന്നതിന് ശേഷമായിരിക്കും ഡ്രഡ്ജിങ്ങിലേക്ക് കടക്കുക. പക്ഷേ ഡ്രഡ്ജിങ് ഇപ്പോഴും അത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. എത്രത്തോളം ആ പുഴയിൽ നിന്നുകൊണ്ട്, നദിയിൽ നിന്നുകൊണ്ട്, ഗംഗാവലി നദിയിൽ നിന്നുകൊണ്ട് എത്രത്തോളം ഇത് മണ്ണ് മാറ്റി എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം മണ്ണ് മാത്രമല്ല, വലിയ കല്ലുകൾ, ഉരുണ്ട വലിയ കല്ലുകളുണ്ട്, കമ്പിയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള പല സാധനങ്ങളും, ഇരുമ്പിൻ്റെയും തകരത്തിൻ്റെ എല്ലാം പല വസ്തുക്കളും അതിനകത്ത് കൂടിച്ചേർന്നിട്ടാണ് ആ മൺകൂന അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അത് എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഡ്രഡ്ജിങ് അല്ലാതെ പിന്നുള്ളത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. പക്ഷേ ആ പദ്ധതി കർണാടക സർക്കാർ ഉപേക്ഷിച്ചു. ആദ്യം അങ്ങനെ ചെയ്യാം, അതിൻ്റെ ഫ്ലോട്ടിങ്ങിനുള്ള പാൻറ്റൂൺ കൊണ്ടുവരാം, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞതാണ്. പിന്നീട് അത് ഒഴിവാക്കി. എന്തായാലും ഇപ്പോൾ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഡ്രഡ്ജിങ് മാത്രം നടത്തി ഈ മണ്ണ് മാറ്റിയ ശേഷം ലോറി അതിനടിയിലുണ്ടെങ്കിൽ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. കാരണം 4 പ്രധാന കോൺടാക്ട് പോയിന്റുകളിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്, റഡാർ സിഗ്നൽ ലഭിച്ചത്. അവിടെ പ്രധാനമായും നോക്കിയതില്ല. 4ാമത്തെ പോയിന്റിൽ നിന്നാണ് ഏറ്റവും വലിയ തോതിൽ തന്നെ ഇത് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് വിവരം. അവിടെയായിരിക്കും പ്രധാനമായും പരിശോധന നടത്തേണ്ടതുള്ളത്. പക്ഷേ കർണാടകയുടെ സഹകരണം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. കാരണം കർണാടക ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ്, മെഷീൻ ഇവിടെ എത്തിക്കുന്നത് സംബന്ധിച്ച് കർണാടക തങ്ങളുടെ നിലപാട് എന്തായാലും വ്യക്തമാക്കിയിട്ടില്ല. വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഓരോ യന്ത്രങ്ങൾ പുതിയതായി എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പക്ഷേ നമ്മൾ ഇതിനു മുൻപ് അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചത് കണ്ടു. പക്ഷേ ഇപ്പോൾ ഡ്രഡ്ജിംഗ് എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷയുടെ നാമ്പ് മുളയ്ക്കുകയാണ്. അർജുന്റെ ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പക്ഷേ അപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പ്രധാനമായും ഈ ഒഴുക്ക് 4 നോട്ട്സിന് മുകളിൽ എത്തി കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജിംഗ് ഉപയോഗിക്കാൻ എളുപ്പമാകില്ല എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അതല്ലെങ്കിൽ ഈ ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേഗത്തിൽ നമുക്ക് അർജുനിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. അതിന്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ് വിനേഷ്?
ഡ്രഡ്ജിങ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്, അതായത് ഈ മണ്ണുത്തി സർവകലാശാലയിൽ അത് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ശക്തമായ അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇത് നിൽക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് അവിടെ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മൾ കേരളത്തിലെ ഒരു നദിയെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കുളത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജലാശയത്തിലോ കൊണ്ടുവന്ന് ഈ ഡ്രഡ്ജിങ് നടത്തുന്ന പോലെ അല്ല യഥാർത്ഥത്തിൽ ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഗംഗാവാലി പുഴയിൽ അതിശക്തമായ അടിയൊഴുക്കുള്ള ഒരു സ്ഥലമാണ്. ആ അടിയൊഴുക്ക് തടയുക എന്നുള്ളത്, ആ അടിയൊഴുക്ക് നിന്നുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത് ഇത്രയും ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇതിനെ ഏർപ്പെടാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദഗ്ധർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ടെക്നീഷ്യൻ സംഘം ഇവിടെ വന്ന് കൃത്യമായി തന്നെ ഈ നദിയിൽ ഇത് ഇറക്കി വെക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇത് കൊണ്ടുവരിക. എന്തായാലും ആ സംഘം ഇന്ന് രാത്രിയോടുകൂടി ഷിരൂരിലെത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ അവർ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ഇറങ്ങും. എന്തായാലും ഇന്നിപ്പോൾ ദേശീയപാത തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും അവിടെ അടഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങൾക്കോ അങ്ങോട്ട് മറ്റു ആർക്കും പ്രവേശനമില്ല. കാരണം കരസേന ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവിടെ റോഡിലേക്കും മറ്റും വന്ന മണ്ണും കല്ലും മരങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം തന്നെ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോഴും ഇന്നും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും നാളെയായിരിക്കും റോഡ് തുറന്നു കൊടുക്കുക. പക്ഷേ രാത്രിയിൽ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെയോ പൂർണ്ണമായും റോഡ് തുറന്നു കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ തന്നെ ഈ റോഡിലൂടെ വാഹനങ്ങൾ പകുതി വരെ മാത്രമേ പോകാൻ കഴിയുന്നുള്ളൂ. ഇവിടെ നിന്ന് അവിടെ ബ്ലോക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വാഹനങ്ങൾ അവിടം വരെ മാത്രം പോകാൻ മാത്രമേ വാഹനങ്ങൾക്ക് പറ്റുന്നുള്ളൂ. ദേശീയപാതയാണ്. ഒന്ന് മംഗലാപുരത്തേക്കുള്ള റൂട്ടാണ്. പക്ഷേ മംഗലാപുരത്തേക്ക് പോകാൻ കഴിയുന്നതാണെങ്കിൽ ഇപ്പോൾ ചുറ്റി പോകണം, മറ്റു വഴിയിലൂടെ പോകേണ്ട അവസ്ഥയാണുള്ളത്. ആ റോഡും അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതിലേക്ക് സർക്കാർ എത്തിച്ചേരും. ജില്ലാ ഭരണകൂടം അത്തരം നടപടി സ്വീകരിക്കും. എന്തായാലും തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ വെള്ളത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ തൽക്കാലം പുഴയിലുള്ള അവിടെയാണ് ഏറ്റവും പ്രധാനമായി കർണാടക സർക്കാർ ഈ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കൂ എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതായിരുന്നു. പക്ഷെ അപ്പോൾ അവിടെ നമ്മുടെ സർക്കാർ, കേരളത്തിലെ സർക്കാരിന്റെ ഒരു വലിയ സമ്മർദ്ദത്തിന് പുറത്താണ്. എന്നാൽ പൂർണ്ണമായി ഞങ്ങൾ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല, സാഹചര്യം അനുകൂലമാകുമ്പോൾ, പ്രകൃതി അനുകൂലമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും തിരച്ചിൽ തുടരാമെന്നതിലേക്ക് കർണാടക കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിജയിക്കില്ല എന്ന് ഉറപ്പിച്ച ദൗത്യം എന്ന തരത്തിലേക്കാണോ കർണാടക ഇപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്? എന്താണ് അവിടെ നിന്ന് വിനേഷിന് മനസ്സിലാക്കാൻ സാധിച്ചത്? കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. സാധാരണ നമുക്കറിയാം ഇത്തരം കേസുകളിലൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ മിസ്സിംഗ് കേസുകളിലൊക്കെ വലിയൊരു രക്ഷാദൗത്യം നടത്തിക്കൊണ്ട് അവരെ പുറത്തെടുക്കുക, മൃതദേഹമാണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും അതിന് അത്രത്തോളം അങ്ങനെ തയ്യാറാവാറില്ല പൊതുവെ. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള പോലെ അല്ല താൻ. ഇപ്പോൾ കേരളത്തിൽ കവളപ്പാറയിലും പെട്ടിമുടിയിലും അതുപോലെ തന്നെ പുത്തുമലയിലും ഒക്കെ തന്നെ വലിയ രക്ഷാദൗത്യം നടന്നതാണ്. പക്ഷേ ഇപ്പോഴും അവിടെ മുഴുവൻ മൃതദേഹങ്ങളും പുറത്തെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല, കാണാതായ ആളുകളെക്കുറിച്ചുള്ളത്. അത്രയൊക്കെ പ്രശ്നങ്ങളുള്ളതാണ്. ഇത് എല്ലാ സ്ഥലത്തും അവലംബിക്കുന്ന ഒരു രീതി തന്നെയാണ് കർണാടക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 14 രണ്ടാഴ്ചയായിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഊർജിതമായ രക്ഷാദൗത്യത്തിലൂടെ അത് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഗംഗാവലി നദിയിലെ ഒഴുക്ക് കുറയുക, അതുപോലെ തന്നെ നല്ല കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. ആ കലങ്ങി മറിഞ്ഞ് വരുന്ന കലങ്ങൾ കുറയുക, കുറച്ചും കൂടെ വെള്ളം തെളിഞ്ഞു വരേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ നോക്കിയിട്ട് രക്ഷാദൗത്യം നടത്തിയാൽ മതി എന്നുള്ളതാണ് കർണാടകയുടെ. കാരണം ഇനിയിപ്പോൾ അവരെ അതിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്താനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണ്. ലോറിയാണ് 2 ആഴ്ചക്കാലം. ഇപ്പോൾ ഒരു പക്ഷേ ആ ലോറിക്കകത്ത് അർജുനുണ്ടെങ്കിൽ 2 ആഴ്ചക്കാലമായിട്ടുണ്ടാകും. ആ മൃതദേഹത്തിൻ്റെ അവസ്ഥയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി തന്നെ കർണാടക പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് കേരളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരള സർക്കാർ ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ഫോണിൽ സംസാരിച്ചു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് കർണാടക ചീഫ് സെക്രട്ടറിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുക, ഇനി ഇതിനുവേണ്ടി പണം ചെലവഴിക്കുക, ഇതിന് പിന്നാലെ മാത്രം പോവുക, റോഡ് അടച്ചിടുക, ഇത്തരം കാര്യങ്ങളിലേക്ക് ഇനി അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയില്ല. നദിയിലെ തിരച്ചിൽ തൽക്കാലത്തേക്ക് വെള്ളം കുറയുന്ന ശേഷം, ജലനിരപ്പ് താഴ്ന്ന ശേഷം മതി, വെള്ളം തെളിഞ്ഞ ശേഷം മതി എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതിനിടയിലാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിങ്
മെഷീൻ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കർണാടക സർക്കാരിൻ്റെ അനുമതി ലഭിക്കുമോ, ഉടൻ തന്നെ അതിൽ കർണാടക സഹകരിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. വിനീഷ്, ഒരൊറ്റ കാര്യം കൂടി, 21 ദിവസം കാലാവസ്ഥ പ്രതികൂലമാണെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ കർണാടകയിൽ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡ്രഡ്ജിംഗ് തൃശ്ശൂരിൽ നിന്നെത്തുന്നു, അതിനുള്ള അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ അത് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ അത് നദിയിൽ ഇറക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഈ മഴയൊക്കെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? തീർച്ചയായും മഴയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം മഴ ഇടവിട്ട് മഴയുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 21 ദിവസത്തോളം മഴ ഉണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അത് ഒരു 4-5 ദിവസമായി, ഇനി 2 കാലമെങ്കിലും മഴ ഉണ്ടാവുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അത് രക്ഷാദൗത്യത്തിൻ്റെ കാര്യമായി തന്നെ ശക്തമായ മഴയുണ്ടാവുകയാണെങ്കിൽ ഡ്രഡ്ജിങ് ഉൾപ്പെടെ നടത്താൻ സാധ്യത കുറവാണ്. കാരണം ആ പ്രദേശത്ത് ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന, മണ്ണിടിച്ചിൽ നടന്നിരിക്കുന്ന പ്രദേശത്ത് ശക്തമായ മഴ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴയില്ലാതായത്. പക്ഷേ രാത്രിയിലെത്തിയപ്പോൾ അവിടെ വീണ്ടും മഴയുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ളൊരവസ്ഥയാണ്. ഇതെല്ലാം തന്നെ പ്രതികൂലമാണ്. കാര്യങ്ങൾ സാഹചര്യങ്ങൾ പ്രതികൂലമാക്കുന്നത് പ്രധാനമായും മഴ തന്നെയാണ്. ദേശീയപാത ഇന്ന് തുറന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നു ദേശീയപാത തുറക്കില്ല എന്ന്. അതിന് ഈ മണ്ണിടിച്ചിൽ ഭീഷണിയും അതോടൊപ്പം ഈ മഴയുമാണ് ഒരു പ്രധാനമായും പറയുന്നത്. സുരക്ഷിതമല്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ ഈ ദേശീയപാത തുറക്കാതിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം ഇന്ന് തുറന്നേക്കും എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് ലഭിച്ച വിവരം. ഇന്ന് ദേശീയപാത തുറന്നു കൊടുക്കും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറയുന്നു അത് ഇനിയും കരസേനയ്ക്ക് അവിടെ കുറച്ച് മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നു വരുന്നുണ്ട്. കരസേന അവിടെ തന്നെയുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പോഴും ആ കുന്നിൻ പ്രദേശത്ത് വലിയ തോതിൽ വിള്ളലുണ്ട്. അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ പ്രദേശത്ത് അധിക സമയം നിർത്തുകയോ ദൃശ്യങ്ങൾ പകർത്തുന്നത്, പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്നത്. കാരണം മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ഇനി അവിടെ ഇടിഞ്ഞാൽ സമാനമായ രീതിയിലുള്ള ദുരന്തം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മഴ ശക്തമായി പെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ദേശീയപാത തൽക്കാലം തുറന്നു കൊടുക്കാത്തത്. പക്ഷേ ഇനി അത് എങ്ങനെയായിരിക്കും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. കർണാടക ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇന്ന് വീണ്ടും ഒരു പക്ഷേ അവിടെ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് മനസ്സിലാക്കിയ ശേഷമായിരിക്കും ദേശീയപാത തുറന്നു കൊടുക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്നും അർജുനായുള്ള തിരച്ചിൽ ഉണ്ടായിരിക്കില്ല. കരസേന മാത്രമാണ് തിരച്ചിൽ നടത്തുക. നദിയിൽ തിരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് എത്തുകയാണ് അർജുനായുള്ള തിരച്ചിലിനായിട്ട്. ഡ്രഡ്ജിങ്ങിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും ഈ ഡ്രഡ്ജിംഗ് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ ഈ ഡ്രഡ്ജിംഗ് ഓപ്പറേറ്ററുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. മെഷീന്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6.7 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് പറയുന്നത്. അതിന്റെ വിഡ്ത്ത് 3.5 മീറ്റർ, ഹൈറ്റ് 2.9 ടോട്ടൽ ഹൈറ്റ്. അതിന്റെ എക്സ്കവേഷൻ കപ്പാസിറ്റി 4.5 മീറ്റർ ആണ്. പിന്നെ 2 സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലൈസറിന്റെ നീളം 5.5 മീറ്റർ ആണ്. അത് എക്സ്റ്റൻഡബിൾ ആണ്. 6.5 മീറ്റർ വരെ എക്സ്റ്റൻഡബിൾ ആണ്. പിന്നെ അതിനൊരു സെൻട്രലൊരു പ്രൊപ്പൽഷൻ ഉണ്ട്. സെൽഫ് പ്രൊപ്പലിംഗ് യൂണിറ്റ് ആണ്. ഒരു 4 നോട്ട് വരെ കൺട്രോൾഡ് ആയിട്ട് അതിന് സഞ്ചരിക്കാൻ സാധിക്കും. 5-6 വരെ ഓക്കെയാണ്. 4 നോട്ട് വരെ സ്പീഡിൽ കൺട്രോൾഡ് ആയി അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇതിന് ഡീറ്റാച്ചബിളായ 2 ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഒന്ന് വീട് ക്ലീനിങ് ബക്കറ്റും ഒന്ന് നോർമൽ 0.24 ക്യൂബിക് മീറ്ററിന്റെ ഒരു ബക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. നമ്മൾ എത്ര ആഴത്തിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞതുപോലെ 4.5 മീറ്റർ വരെ അത് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടും നമുക്കത് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസ് ചെയ്തിട്ടാണെങ്കിൽ 6 മീറ്റർ വരെ താഴത്തിൽ നമുക്കത് സ്റ്റെബിലൈസർ യൂസ് ചെയ്തിട്ട് സ്പഡ് യൂസ് ചെയ്തിട്ട് നിർത്തിയിട്ട് നമുക്കത് വേണമെങ്കിൽ ഡ്രഡ്ജ് ചെയ്യാം. സിരൂരിൽ ഗംഗാവലി നദിയുടെ ആഴങ്ങളിൽ എവിടെയോ അർജുൻ കാണാമറയത്ത് കിടക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക മറ്റൊരു ദുരന്തമാണ്. 2019 നിലമ്പൂർ കവളപ്പാറയിൽ മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയ ദുരന്തം. 59 ജീവൻ പൊളിഞ്ഞ അവിടെ കണ്ടെത്താൻ കഴിയാതെ മണ്ണിനടിയിൽ ഇപ്പോഴുമുണ്ട് 11 പേർ. 5 വർഷങ്ങൾക്കിപ്പുറം പോലും ഈ ഓർമ്മകൾ പ്രിയപ്പെട്ടവരെ പൊള്ളിക്കുന്നതാണ്. 2019 ഓഗസ്റ്റ് 8 നിലമ്പൂർ കവളപ്പാറയിൽ കേരളത്തെ നടുക്കിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഓർമ്മയായിപ്പോയത് 59 പേരാണ്. ദിവസങ്ങളോളം നീണ്ട തെരച്ചിലിനൊടുവിൽ ലഭിച്ചത് 48 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം. 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. വർഷങ്ങൾക്കിപ്പുറം
അന്നത്തെ ദുരന്തത്തെ അതിജീവിച്ച പലരും പല നാടുകളിലാണ്. നമ്മോടൊപ്പം അവരിൽ ചിലർ പങ്കുവയ്ക്കുകയാണ് മണ്ണിനടിയിൽ അകപ്പെട്ട അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും അവരെക്കുറിച്ചുള്ള വേദനകളും. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തവും അർജുനുമൊക്കെ മലയാളികളുടെ മനസ്സിൽ 5 വർഷം മുൻപ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തമുണ്ടായി നിലമ്പൂർ കവളപ്പാറയിൽ. 59 പേരാണ് ആ ദുരന്തത്തിൽ ഓർമ്മയായത്. അതിൽ തന്നെ 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ആണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവർ പലരും പല നാടുകളിലായിട്ടാണ് ഇപ്പോഴുള്ളത്. എന്നോടൊപ്പം ചേരുന്നത് ദുരന്തത്തെ അതിജീവിച്ച ശാന്ത എന്ന സ്ത്രീയാണ്. ചേച്ചി 5 കൊല്ലാവാൻ പോവാണ് അല്ലേ? 5 കൊല്ലാകാൻ പോകുന്നു. ഇപ്പൊ നമ്മള് കവളപ്പാറ വിട്ട് ഉപ്പടെ എത്തി. ഇപ്പൊ എന്താ അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെ പോണു. അങ്ങനെ കൊറേയൊക്കെ പട്ടിണിയും പാടും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നതൊക്കെ പോയില്ലേ. ഇപ്പോ അവരാരും ഇല്ല. കിട്ടിയെങ്കിൽ കിട്ടി. നേരം പോലത്തെ അന്ത്യാലും പോലെ കാണും പൊന്തയൊക്കെ നോക്കുന്നല്ലത്. ഞമ്മക്കുള്ളതൊക്കെ പോയില്ലേ, ഒറ്റപ്പെട്ട് പോയി. എന്താ ചെയ്യാ? ശാന്തേച്ചി 11 പേരെ കിട്ടാണ്ടല്ലോ. അതില് ചേച്ചിയുടെ എത്ര പേരുണ്ട്? എന്റെ ആളിയാക്ക, എന്റെ ഏട്ടത്തിന്റെ ആങ്ങള, ഏട്ടത്തിന്റെ മക്കള്, ഒരു 4 കുട്ടികളും ഒരു തള്ളയും. അതങ്ങനെ ഒക്കെ ഇതിന്റെ ഇടയിൽ ഒറ്റ കുട്ടികളും കിട്ടിയില്ല. ഉള്ള കാര്യം പറയാലോ. അതിന് ഒന്നായിട്ട് പോലെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിങ്ങോട്ട് എവിടെ കയറിയതായിരുന്നു എന്റെ വീട്ടിൽ നിന്ന്. അത് കയറിയ കയറ്റത്തില്ലേ ഇവരന്ത്യോളം അങ്ങനെ നടക്കല്ലേ ഓരോ പണിയൊക്കെ എടുത്തിട്ട്. നമുക്ക് പണിക്ക് പോകാതെ തിന്നാൻ കിട്ടൂലല്ലോ. അപ്പോ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒക്കെ പോയി കിട്ടി. ഓർമ്മ ഉണ്ട് അന്ന് തിരയണ സമയത്തൊക്കെ ചേച്ചി അവിടെ വന്ന് നോക്കി നിരുന്നതും കാത്തു നിരുന്നതൊക്കെ? അന്നൊക്കെ വന്ന് കണ്ടിട്ട് എനിക്കിപ്പോഴും ഞാൻ ചില നേരത്തൊക്കെ ചാനൽക്കാർ വരുമ്പോൾ പറയാൻ നിൽക്കില്ല. എനിക്കതൊന്നും മനസ്സിൽ നിന്നിട്ട് വിട്ടുമാറണില്ല. ഒറ്റപ്പെട്ട് പോയല്ലോ ഒന്നുള്ളൊരു 15 ദിവസം മുഴുവനെ തെരഞ്ഞിട്ടും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർത്തിയത്. അങ്ങനെ കാട്ടിയത് പോലെ. പിന്നെ ആരും തെരഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മെമ്പർമാരെ കണ്ടിട്ടുമില്ല. തെരയണ ആൾക്കാരെയും കണ്ടിട്ടില്ല, പാർട്ടിക്കാരെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. കുറച്ചും കൂടി തെരയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? പറഞ്ഞിരുന്നു പറയാനൊക്കെ പറഞ്ഞു തെരഞ്ഞു നോക്കണം എന്നുള്ളത്. എന്തു പറയണ സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതന്നെ, അത് എനിക്ക് സർക്കാർ ചെയ്യി തന്നെ. എന്റെ ഈ ചെറിയ പേരക്കുട്ടിയാക്കും വേണ്ടിട്ടോ. ഇതാണ് ശാന്തേച്ചിക്ക് പങ്കുവെക്കാനുള്ള ഓർമ്മകൾ. ഒരുപാട് ഓർമ്മകളുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ കഴിയില്ല. കാരണം മനസ്സിൽ അത്രമാത്രം വലിയ നോവാണ് ആ ഒരു ദുരന്തവും അതിന്റെ അതിജീവനവും ഒക്കെ. ഇവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന ദുഃഖം ഇവരെ കുറച്ചൊന്നുമല്ല പിന്തുടരുന്നതും. ഇതിലിപ്പോൾ 5 വർഷം ആകുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലുള്ളത് 11 പേർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു അന്നത്തെ ബാക്കി വന്നത്. ഇപ്പോഴും അവരെ കിട്ടാനില്ലല്ലോ. ചേട്ടന്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ? എന്റെ പേട രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട്. പിന്നെ മറ്റ് അമ്മാവനും അമ്മാവന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അവരെ ബോഡി ഇപ്പോഴും കിട്ടാനാണത്. പിന്നെ ഒക്കെ മറ്റേ ഈ വിവാദത്തിൽപ്പെട്ട ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. തെരച്ചിൽ നിർത്തുമ്പോ നിങ്ങളോട് ചോദിച്ചിരുന്നില്ല? ഞങ്ങൾ ചോദിച്ചു. കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ അവസ്ഥ അറിയാനായി. പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ ബോഡി കിട്ടുമ്പോൾ എന്തായിരിക്കും അതിന്റെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾ മനസ്സ് ഇതായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ആ ബോഡി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞു. അവിടെ എന്തോ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിച്ച അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഉണ്ട് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണാൻ എല്ലാ ഓരോ വർഷം കൂടുമ്പോഴും പോയി കാണാൻ എന്താ ചെയ്തു വരുന്നുണ്ട് പോയിട്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആനശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതിയാണ് എല്ലാവർക്കും അറിയാം. ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യം. അതെ, ഏറ്റവും വലിയ ഭാഗ്യമാണ്.
കുറച്ച് കുടുംബം പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സിൽ മറ്റേ തളർത്താനുള്ള ഇതില്ല. എന്നാലും നമ്മൾ ജീവിച്ചു പോകും എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. കാരണം ആ ഒരു ഇടിച്ചിൽ നമ്മളെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിലും അന്ന് മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി പോയി അല്ലേ? ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കുമായിട്ട് പോയി. പിന്നെ ക്യാമ്പിലായിട്ട് ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ടാണ്. പിന്നെ സർക്കാർ ഓരോ വീട് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പം അതിലൊക്കെ ചെന്ന് പാർക്കലുണ്ട്. എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നതിൻ്റെ ഒരു ഇത് മുഴുവൻ പോയി അല്ലേ? ഒരുമിച്ച് നിന്ന എല്ലാ ഇതും പോയി. 16 പേര് പോയി. 11 പേരെ കാണാമല്ലോ ഇപ്പോഴും മണ്ണിനടിയിലല്ലേ? 11 പേരെ ഇപ്പം കാണാനില്ല, മണ്ണിനടിയിലാണ്. അന്ന് ഈ തെരച്ചിലൊക്കെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്താൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്നല്ലോ. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഇവരെ കാണാതെ ആയിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ? അന്ന് അവര് അത്രയും ദിവസങ്ങൾ അവർ തെരഞ്ഞിട്ട് കിട്ടാനിട്ട് കാണാനിട്ടും അവർ ഇനി ഇതിനെ പറ്റി നോക്കിയിട്ട് കാര്യമല്ല, ഒക്കെ ദ്രവിച്ചു പോയി, എന്തോ അറിയില്ല എന്നും പറഞ്ഞു കേട്ടോ അവിടെ നിർത്തിയതാണ് അവർ. നിങ്ങളത് സമ്മതം ഉണ്ടായിരുന്നോ അന്ന് നിർത്താൻ? ഞങ്ങളെ സമ്മതം ഉണ്ടായിരുന്നു. അത്രയും ദിവസം നിന്നതല്ലേ, പിന്നെ തെരഞ്ഞിട്ട് കാര്യമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനല്ല സമ്മതിച്ച്, നമ്മളെ ബാക്കിക്കാരെല്ലാവരും കൂടിയിട്ട് സമ്മതിച്ചു. എനിക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു, ഒന്നും കൂടി തരണമെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തോ കാണാതായ ആൾക്കാർ? കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ എല്ലാ വർഷവും ആ ദിവസം അവിടെ പോകൂലേ? എല്ലാവരും ആ ദിവസം പോകും. 5 വർഷം കഴിയുമ്പോൾ ആ മേഖല പാകെ കാട് പിടിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന പോലെ കൈ കിടക്കുകയാണ്. പോയിരുന്നു അവിടെ? പോയിരുന്നു. ഞാൻ അപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആകെ ആന നിന്നാലും കാണൂല, പേടിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം. ഇതിൽ ഈ കാണാതെ ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് നിങ്ങളെ അനിയനും ആരൊക്കെ അങ്ങനെയുള്ളവർ? അളിയന്, പിന്നെ ഒരു മരുമകൻ, ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ കാണാനുണ്ട് കുടുംബത്തിൽ തന്നെ. അവരൊക്കെ കുടുംബക്കാരാണ്. അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും കൊല്ലത്തിലൊരു പ്രാവശ്യം അവിടെ ഒരു കൂടലുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൂടും. 15 ദിവസത്തിലധികം തെരച്ചിൽ നീണ്ടു. പലപ്പോഴും അവസാനം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു അവസാന ദിവസങ്ങളിൽ പലയിടത്തും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മൃതദേഹങ്ങൾ അത് അത്തരത്തിൽ കാണാൻ വയ്യ എന്നൊരു കാരണം കൂടിയുണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുവാൻ ഇവർ സമ്മതിച്ചതിന് പിന്നിൽ. എന്താണെങ്കിലും ഇവർക്കിന്നും ആ ഓർമ്മകൾ ഹൃദയഭേദകമാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ യന്ത്രം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കർണാടകയ്ക്ക് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ അനുമതി നൽകാതെ, പക്ഷേ ഇതുവരെയും ഇതിന് അനുമതി ആവശ്യപ്പെട്ടിട്ടില്ല. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഈ മണിക്കൂറുകൾ, അതായത് ഇന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിൽ നിന്നുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിവിടെ എത്തിക്കാൻ, ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും. കാർഷിക ഗവേഷണ കേന്ദ്രവും കാർഷിക യന്ത്രവൽക്കരണ മിഷനും ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രഡ്ജിംഗ് യന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇത് കർണാടകയ്ക്ക് വിട്ടുകൊടുക്കാൻ കേരളം തയ്യാറാണ്. കോഴിക്കോട് മറൈൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തയ്യാറാക്കിയ ഈ അത്യാധുനിക യന്ത്രം
അവിടെ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി കേരളം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് അത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ അപ്പോഴും കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു നീക്കം ഉണ്ടാവണം. അത് എന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കർണാടക തൽക്കാലത്തേക്ക് നദിയിലിറങ്ങിയുള്ള ഇത് നിർത്തിവെച്ചിരിക്കുന്നു. ഇറങ്ങിയുള്ള രക്ഷാദൗത്യം നിർത്തിവെച്ചൊരു സാഹചര്യത്തിൽ ഇന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടറുടെ നീക്കം അനുസരിച്ചായിരിക്കും അടുത്ത ദിവസം തൃശ്ശൂരിൽ നിന്ന് ആ യന്ത്രം എത്തിക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ദേശീയപാത मैं समझता हूँ कि ये सबसे अच्छा अभियान है, सबसे पर्पसफुल अभियान है, सबसे देश के लिए इस वक्त जो एक बहुत दर्दनाक स्थिति है पेड़ों की कमी, उसको पूरा करने की तरफ एक ही है। ये जो है क्लाइमेट चेंज जगह जगह आगे जो लग रही हैं और तमाशे हो रहे हैं, उसके लिए ये सबसे अच्छा अभियान है। और ये अभियान का जो जोर है वो पूरे देश में फैलना चाहिए, सब लोगों में, कोई छूटना नहीं चाहिए। आपने जितने पेड़ आज लगाए हैं ना यहाँ पे, इससे आप अपनी ऑफिस के 5-6 एयर कंडीशनर निकाल सकते हैं, अपने आप टेम्परेचर इतना डाउन हो जाएगा। ज़िंदा रहने के लिए सबसे बेसिक चीज़ है सांस लेना। अगर हवा इतनी पोल्यूशन लेवल आपको पता है क्या है, उसमें आपको ये ही आपको ऑक्सीजन देंगे जिससे आप ज़िंदा रह सकते हैं। തിരികെ വാർത്തയിലേക്ക്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വീട്ടിൽ കയറി യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന സംശയം ബലപ്പെടുന്നു. വീടും പരിസരവും കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ആക്രമണമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. അക്രമിയായ സ്ത്രീ എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റുള്ള കാറിലാണെന്ന് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ ആക്രമണം നടന്നത് ആസൂത്രിതമായിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന കാര്യത്തിൽ പോലീസിനും ഒരു സ്ഥിരീകരണമുണ്ടാകും. കാരണം ഈ വീട്ടിൽ ഈ യുവതി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊറിയറിൽ സാധനം എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതേ രീതി തന്നെ ഉപയോഗിച്ച് ആക്രമിക്കാൻ വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്പർ പ്ലേറ്റ് മാറ്റിയ കാർ ഉപയോഗിക്കുന്നു. കാറ് രക്ഷപ്പെടാൻ സാധ്യമായ സ്ഥലത്ത് വയ്ക്കുന്നു. അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ്ങിൽ കൂടി നടന്നൊരു ആസൂത്രണമാണിത്. ഈ പ്രതിയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ പോലീസിന്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? കൃത്യമായ സൂചനകൾ, ഈ പ്രതിയെ സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷെ അവർ അത് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആസൂത്രണത്തോടെ തന്നെയാണ് ഷൈനിക്ക് നേരെ ഇത്തരത്തിൽ ഈ എയർഗൺ ഉപയോഗിച്ച് 2 തവണ വെടിവെച്ചത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അവരോടുള്ള വ്യക്തിപരമായ വിരോധം തന്നെയാണ് ഈ ആക്രമണത്തിന് കാരണമെന്നും പോലീസ് വിലയിരുത്തുന്നു. അതിലേക്ക് പോലീസിനെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഷൈനിയെ തന്നെ തിരക്കി വീട്ടിലെത്തുകയും അവർ തന്നെ ഒപ്പിട്ട് നൽകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഷൈനി തന്നെ പുറത്തേക്ക് വരുന്നത്. അത് പിന്നീട് വാക്ക് തർക്കത്തിലേക്ക് നയിക്കുകയും പിന്നീട് വെടിയുതിർക്കുകയുമായിരുന്നു. കൃത്യമായി പെട്ടെന്നുണ്ടായ പ്രകോപനമായിരുന്നുവെങ്കിൽ നമ്പർ പ്ലേറ്റ് എന്തിനാണ് മാറ്റി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടി വരുമെന്നും. പക്ഷേ പോലീസ് കൃത്യമായി പറയുന്നത് ആസൂത്രിതമായി ഇവരെ ആക്രമിക്കുക എന്ന ഒരു കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ അക്രമിയായ ഈ സ്ത്രീ വീട്ടിലെത്തിയത്. അതിന് പിന്നിലെ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ ഷൈനിയുടെ മൊഴി എടുത്തിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷേ ആ മൊഴിയിലെ അടിസ്ഥാനത്തിൽ പോലീസിന് കൃത്യമായ സൂചനകൾ, എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച സൂചനകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇത് സ്ത്രീയാണ് എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? കാരണം ആക്രമണം നടത്തിയത് സ്ത്രീ തന്നെയാണെന്ന് ഉറപ്പിച്ചോ പോലീസ്? ഇന്നലെ തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു. കാരണം ഷൈനിയുടെ ഭർത്തൃപിതാവ് അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അക്കാര്യം വ്യക്തമാക്കിയതാണ്. പോലീസും പിന്നീട് അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഒരു സ്ത്രീയാണ് വെടിവെച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ മുൻവൈരാഗ്യത്തിന് കാരണം, ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഡാൻ, ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം അതിൽ നിന്ന് തന്നെയാണല്ലോ ഈ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ കാറിൽ ഈ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ സഹായത്തിന് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഡാൻ?
നിലവിൽ ലഭ്യമാകുന്ന ഒരു സൂചന അനുസരിച്ച് ഒരു കാറിൽ ഈ കണ്ണ് മാത്രം കാണാവുന്ന തരത്തിൽ മുഖം മുഴുവൻ മറച്ചാണ് ഇവർ എത്തിയിരിക്കുന്നത്. മറ്റാരെങ്കിലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഈ പോകുന്ന വഴിയിൽ വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസ് ലൈനിലാണ് ഷൈനി താമസിച്ചിരുന്ന വീട്. ആ വഴിയിലേക്ക് വരുന്ന വഴിയിൽ മറ്റ് സ്ഥലങ്ങളിലെ CCTV ക്യാമറകൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ ഈ വാഹനത്തിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അങ്ങനെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവർ നേരിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു അറ്റാക്ക് ആസൂത്രണം ചെയ്യുകയും അങ്ങനെ ഒരു വെടിവെപ്പ് നടത്തുകയും ചെയ്തതെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും വൈകാതെ തന്നെ പ്രതി പിടിയിലാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. തീർച്ചയായും. ഡാൻ, ഒരു കാര്യം കൂടി, ഏറ്റവും പ്രധാനമായി ഇത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള ആക്രമണമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 3 തവണയാണ് വെടിയുതിർത്തത്. ഭാഗ്യം കൊണ്ടാണ് ഷൈനി രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. അവരിപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. വ്യക്തിവൈരാഗ്യമെന്ന് ആണ് പോലീസ് അടക്കം എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് അടക്കം എത്തുന്നത്. പക്ഷേ അപ്പോഴും ഒരു സംശയം, ഒരു വ്യക്തിവൈരാഗ്യം മൂലം മാത്രം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യം എന്തെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഷൈനി തന്നെ പറയുന്നു, തനിക്ക് അങ്ങനെ ആരോടും ഒരു അല്ലെങ്കിൽ തന്നോട് അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം ആളുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ നിഗമനത്തിലേക്ക് തന്നെയാണോ നിലവിൽ പോലീസ് എത്തുന്നത്? വ്യക്തിവൈരാഗ്യം എന്നതിലേക്ക് തന്നെയാണോ പോലീസ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഡാൻ? വെടിവെച്ചത് യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ വെടിവെക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് പരിശോധന നടക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മുൻവൈരാഗ്യം തന്നെയാണ്. ഷൈനിയോടുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. പക്ഷേ അത് ആരാണ് അല്ലെങ്കിൽ എന്തായിരുന്നു അതിന് പിന്നിലെ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിനു ശേഷം പോലീസ് വിശദമായി വീണ്ടും അവരിൽ നിന്ന് മൊഴിയെടുത്തേക്കാം. അങ്ങനെ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ അതിന്റെ വസ്തുതകൾ സംബന്ധിച്ച് പോലീസിനോട് അവർ വെളിപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. അതല്ല എങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ പ്രതി വൈകാതെ പിടിയിലാകുമെന്ന സൂചന പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ പിടികൂടിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ദുരൂഹത മറനീക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. എന്തായാലും ദുരൂഹത മറനീക്കി പുറത്തു വരണം. കാരണം കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടന്ന ആക്രമണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തിനായിരുന്നു ഈ ഒരു ആക്രമണം? ഷൈനിയെ തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചതെന്ന് 3 തവണ വെടിയുതിർത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായിരുന്നു കാരണം എന്നതിലേക്കാണ് ഇനി എത്തേണ്ടത്. പ്രതി ആരാണെന്നും ഉടൻ അറിയാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹി സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ വെള്ളം കയറി മുങ്ങി മരിച്ച മലയാളി വിദ്യാർത്ഥി നവിൻ ഡാൽവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം രാത്രി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. നൽവിന്റെ അമ്മാവൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ MCD നടപടി ആരംഭിച്ചു. പരിശീലന കേന്ദ്രത്തിന് മുൻപിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ, പൊതുപ്രവർത്തകൻ G. ഗിരീഷ് ബാബു എന്നിവരുടെ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഇന്നും സർക്കാരിന്റെ വാദം കേൾക്കും. CMRLുമായുള്ള കരിമണൽ കരാറിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത് UDF സർക്കാരുകളുടെ കാലത്താണെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കില്ലെന്നാണ് ഇടതു സർക്കാർ സ്വീകരിച്ച നിലപാട്. പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാരിന്റെ വാദം. എന്നാൽ CMRLന് വഴിവിട്ട സഹായം നൽകിയിട്ടില്ലെന്ന് സർക്കാർ വാദം തെറ്റെന്ന് മറുപടി വാദമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതി അറിയിക്കും. കേരള സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീലുമായി ഹർജിക്കാർ. ചാൻസലറുടെ നാമനിർദ്ദേശം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജിക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പീൽ ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, ഹരിശങ്കർ V. മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. SFI പ്രവർത്തകരായ നന്ദകിഷോർ, അരുണിമ അശോക് എന്നിവർ നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. ഹർജിക്കാരെക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് ചാൻസലറുടെ 2ാം പട്ടികയിലും ഇടം നേടിയതെന്നാണ് ഹർജിക്കാരുടെ ആക്ഷേപം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ ഹൈക്കോടതി സ്റ്റേ നൽകിയാൽ ചാൻസലറുടെ നോമിനികൾക്ക് വോട്ട് ചെയ്യാനാവില്ല. എന്നാൽ ചാൻസലറുടെ നോമിനികളായ 4 വിദ്യാർത്ഥികളുടെ വോട്ട് എണ്ണുന്നതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിലക്കുണ്ട്. തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി CPIM. കെട്ടിട നിർമ്മാണ പെർമിറ്റിന് കൈക്കൂലി വാങ്ങിയെന്ന് പരാതി. നഗരസഭയുടെ ഭരണം പൂർണ്ണ പരാജയമെന്നാരോപിച്ച CPM പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു.
ഏറെ വിവാദം സൃഷ്ടിച്ച തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദത്തിൽ മുൻ അധ്യക്ഷ അജിത തങ്കപ്പനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റിനെ ചൊല്ലി പുതിയ വിവാദം. തൃക്കാക്കരയിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിക്കാൻ മുൻ ചീഫ് സെക്രട്ടറിയോട് ഇടനിലക്കാരൻ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഇക്കാര്യം അറിയിച്ചുവെന്നുമാണ് നഗരസഭാ സെക്രട്ടറി TK സന്തോഷിന്റെ വെളിപ്പെടുത്തൽ. നഗരസഭാ ഓഫീസിൽ ഇടനിലക്കാരുടെ വിളയാട്ടമാണെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ദിനം പ്രതി വിഷയങ്ങൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ഭരണത്തിനുള്ള ചരടുവലി, വൈസ് ചെയർമാൻ ഇന്ന ആളാകണം, 6 മാസം കഴിയുമ്പോൾ ഇന്ന ആളാകണം, അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ഇന്ന ആളാകണം എന്നുള്ള ചരടുവലി മാത്രമാണ് നടക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഭരണം നടക്കുന്നില്ല. ഇരിക്കുന്ന കസേര സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുള്ളൂ ഈ ഭരണസമിതിക്കുള്ളൂ. നഗരസഭയുടെ തന്നെ ആംബുലൻസ് പ്രവർത്തിക്കുന്നില്ല. ഇതിന് പിന്നിൽ വൻ തട്ടിപ്പെന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പറയുന്നത്. അത്യാധുനിക ബസ് ടെർമിനലും വാണിജ്യ സമുച്ചയവും സ്ഥാപിക്കാൻ നഗരസഭയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ വിശദമായ പദ്ധതി റിപ്പോർട്ട് നഗരസഭാ കൌൺസിൽ നിരസിച്ചു. DPR തയ്യാറാക്കാൻ ഏജൻസിയെ നിയോഗിച്ചത് നിയമപ്രകാരമല്ലെന്നാണ് ആക്ഷേപം. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം CMC പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച അക്കാപ്പല്ല സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. സംഗീതോപകരണങ്ങളുടെ സഹായമില്ലാതെ 252ഓളം ട്രാക്കുകളിൽ ലൈവായ കൈ എന്നുപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ പുറത്തിറക്കിയ 2 ഗാനങ്ങളേറെ ജനപ്രീതി പിടിച്ചുപറ്റിയിരുന്നു. സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അക്കാപ്പല്ല സംഗീതം കൊണ്ട് വിസ്മയമൊരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം സിസ്റ്റർമാർ. ദി പ്രീസ്റ്റ് എന്ന മലയാളം സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ സിസ്റ്റർമാർ അക്കാപ്പല്ലയ്ക്കായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സംഗീത ഉപകരണങ്ങളില്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ തയ്യാറാക്കിയത്. മുൻ വർഷങ്ങളിൽ പുറത്തിറക്കിയ വോളിയം 1ഉം 2ഉം ഹിറ്റായതുപോലെ വോളിയം 3ഉം സംഗീതപ്രേമികൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. റിലീസ് ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ ആയിരക്കണക്കിന് ആസ്വാദകരാണ് ഈ വ്യത്യസ്ത സംഗീത സൃഷ്ടി ഏറ്റെടുത്തത്. CMC സന്യാസിനികൾ അവതരിപ്പിച്ച 3ാമത്തെ അക്കാപ്പല്ലയും റിലീസായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു മനോഹരമായ ഗാനം അക്കാപ്പല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെയേറെ താളലയങ്ങൾ ചേർത്ത് പുതുതായി അവതരിപ്പിച്ച ഈ അക്കാപ്പല്ലയും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. CMC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന, മീഡിയ കൌൺസിലർ സിസ്റ്റർ സീന മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം CMC പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് ഇവ ചിട്ടപ്പെടുത്തിയത്. URF റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ അക്കാപ്പല സിസ്റ്റേഴ്സിൻ്റെ 3ാമത്തെ അക്കാപ്പലയും സൂപ്പർ ഹിറ്റായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ അക്കാപ്പല രീതിയിൽ നിങ്ങൾ കാണുന്നത്. 252ഓളം ട്രാക്കുകളിലായി നിങ്ങൾ കേൾക്കുന്ന ഈ അക്കാപ്പലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അവരുടെ കൈകൊണ്ടും വായകൊണ്ടും മാത്രം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ശബ്ദങ്ങളാണ്. സാജോ ജോസഫ്, സിസ്റ്റർ ദീപ്തി മരിയ, സിസ്റ്റർ സാഫല്യ, സിസ്റ്റർ തെരേസ എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. CMC സന്യാസിനി സഭയുടെ യൂട്യൂബ് ചാനലായ CMC വിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. മുഖം കാണാതെ കാൽപാദങ്ങൾ നോക്കിയ ആളുകളെ തിരിച്ചറിയുന്ന ഒരാളുണ്ട് തൃശൂരിൽ. അരിമ്പൂർ സ്വദേശി സജീവനാണ് 500 ജോഡി കാൽപാദങ്ങൾ നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ പറഞ്ഞതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. തൃശൂർ അരിമ്പൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സജീവൻ മച്ചാടത്ത്. സൂക്ഷ്മ നിരീക്ഷണവും ഓർമ്മശക്തിയും കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തി.
കാൽപാദങ്ങൾ മാത്രം കണ്ട് ആളുകളെ തിരിച്ചറിയാൻ പ്രത്യേക കഴിവുണ്ട് സജീവന്. 2009 മെയ്യിൽ അരിമ്പൂർ പരക്കാട് UP സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് 500 പേരുടെ കാൽപാദങ്ങൾ നോക്കിയ ആളുകളെ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിഞ്ഞവരിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. പ്രത്യേകം ഒരുക്കിയ മറക്ക് പുറകിലിരുന്ന് 2 കാലുകൾ മാത്രം നോക്കിയാണ് ആളുകളെ തിരിച്ചറിയുന്നത്. അരിമ്പൂരിൽ നടന്ന ഈ പ്രകടനത്തിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ 2011 നാഷണൽ റെക്കോർഡ് സജീവൻ കരസ്ഥമാക്കി. എനിക്ക് കഴിവ് തോന്നാൻ തന്നെ കാരണം വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് കുറേ ആളുകളൊക്കെ ആദ്യം നമുക്ക് ബൈഹാർട്ട് വരെ. പിന്നെ ഓട്ടോറിക്ഷ വേട്ടയിൽ തമാശയ്ക്ക് വേണ്ടി വെറ്റ് വയ്ക്കാറുണ്ട്, ടാക്സി വേട്ടയിലൊക്കെ. അത് വെറ്റ് വെച്ചിട്ട് നമ്മൾ നിസ്സാര ചെറിയ ചെറിയ വെറ്റുകൾ, ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു 3 കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കൊടുന്നു അയാളുടെ കാല് നോക്കാൻ പറഞ്ഞ് അയാളുടെ കാല് എനിക്ക് തെറ്റാതെ പറയാൻ പറ്റി. ഓട്ടോയിൽ കയറുന്ന ആളുകളുടെ കാലുകൾ നോക്കിയാണ് സജീവൻ അവരുടെ പേരുകൾ മനസ്സിൽ കുറിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് അരിമ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം സജീവൻ കാലുകൾ നോക്കിയ ആളുകളെ തിരിച്ചറിഞ്ഞു. സജീവന്റെ അപൂർവ കഴിവിനെ നാട്ടുകാർ ഉപഹാരം നൽകി ആദരിച്ചു. അരിമ്പൂര് സജീവൻ വളരെ അസാധാരണമായ ഒരു കഴിവിനുടമയാണ്. അദ്ദേഹം ഈ കാല് നോക്കിയിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യും, ആളെ തിരിച്ചറിയും. 500 പേരുടെ പാദം നോക്കി അദ്ദേഹം ഒരു സ്ക്രീനിന്റെ പിന്നിലിരുന്നിട്ട് ഈ ആളുകൾ അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പൊ അവരെ കാല് നോക്കിയിട്ട് ആളുടെ പേര് ആള് വിളിച്ചു പറയും. അപ്പൊ ഇങ്ങനെ വളരെ അനിതര സാധാരണമായ സാധാരണക്കാരിൽ കാണാത്ത ഒരു സിദ്ധിവിശേഷത്തിന് ഉടമയാണ് അദ്ദേഹം. തന്റെ കഴിവുകളെ ഗിന്നസ് ബുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷി നിരീക്ഷകൻ കൂടിയായ സജീവൻ. ന്യൂസ് 18 തൃശൂർ. വാതസംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസമാണ് കൊട്ടം ചുക്കാദി തൈലം. കർക്കിടകം തുടങ്ങുന്നതിന് മുൻപേ കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ വീടുകളിൽ ചൂടോടെ കൊട്ടം ചുക്കാദി തൈലം എത്തും. വാർഡ് മെമ്പറും സിനിമാ താരവുമായ PP കുഞ്ഞികൃഷ്ണനാണ് ഈ വേറിട്ട പദ്ധതി നടപ്പാക്കുന്നത്. കോരിച്ചൊരിയുന്ന കർക്കിടകം വരികയായി. വാദസംബന്ധമായ അസുഖങ്ങൾ അധികരിക്കുന്ന കാലം. കൈകാൽ വേദന, തരിപ്പ്, ഉളുക്ക് എന്നിവയ്ക്കെല്ലാമുള്ള സിദ്ധ ഔഷധമാണ് ഇവിടെ നാട്ടുതനിമയിൽ തയ്യാറാക്കുന്നത്. തൃക്കരിപ്പൂരിലെ KV കൃഷ്ണപ്രസാദ് വൈദ്യരുടെ മേൽനോട്ടത്തിലാണ് കൊട്ടം ചുക്കാദിയുടെ നിർമ്മാണം. പ്രായം കൂടുമ്പോഴും മറ്റും നമ്മൾക്ക് കാലിന് മുട്ടുവേദന, നടുവേദന, ഷോൾഡർ വേദന, ഈ തരത്തിലുള്ള വേദനകൾ, പിന്നെ വർഷകാലത്ത് അതായത് കർക്കിടകം വന്ന് പറക്കുന്ന സമയത്ത് കൈകാലിനെല്ലാം ഉണ്ടാകുന്ന വയലേലകളിൽ ജോലി ചെയ്യുന്ന പ്രായമുള്ളവർക്ക് കൈകാലിൽ തൊട്ട് പുരട്ടുകയാണെങ്കിൽ തരിപ്പ് വേദനകളെല്ലാം ശമിക്കും. പിന്നെ പുഴുക്കടി മുതലായവയൊന്നും ഉണ്ടാവുകയില്ല. പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഇതിന് വേദന ശമനത്തിന് അത്യുത്തമമാണ്. പാരമ്പര്യമായി തലമുറകളായി അച്ഛൻ മുഖേന കിട്ടിയത് ഞങ്ങൾ പാരമ്പര്യമായി നിർമ്മിച്ച് നൽകുന്നതാണ്. പുളിയില, ഉമ്മത്തില, വെളുത്ത എരിക്കില, കൊട്ടം, ചുക്ക്, വയമ്പ്, ദേവതാരം തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ ചേർത്താണ് തൈലം തയ്യാറാക്കുന്നത്. ഇവ നാട്ടിൽ നിന്നും തന്നെ ശേഖരിച്ചാണ് തൈലം നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇലമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞതും തറിമരുന്നുകൾ ചതച്ചതുമെല്ലാം സ്വയം സന്നദ്ധരായി എത്തിയ 20ഓളം സ്ത്രീകളാണ്. തീർത്തും സൗജന്യമായിട്ടാണിത് വിതരണം ചെയ്യുക. നമ്മുടെ വാർഡിൽപ്പെട്ട എല്ലാ വയോജനങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ, വാർഡിലെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കുന്ന കൊട്ടൻ ചുക്കാദി തൈലം, പ്രത്യേകിച്ച് നമ്മുടെ തൃക്കരിപ്പൂർ കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിൽ, സഹായത്തിൽ ആണ് ഇത് നിർമ്മിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട്. വെള്ളോട്ടുരുളിയിൽ തൈലത്തിന്റെ തിള പൊന്തും മുമ്പേ ആവശ്യക്കാർ എത്തി തുടങ്ങിയിരുന്നു. തയ്യാറാക്കിയ തൈലം വാർഡിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. പരമ്പരാഗതമായി പകർന്നു കിട്ടിയ അറിവിലൂടെ തയ്യാറാക്കുന്ന ഈ കൊട്ടം ചുക്കാദി തൈലം അല്പം സ്പെഷ്യലാണ് എന്നാണ് കൃഷ്ണപ്രസാദ് വൈദ്യർ പറയുന്നത്. ന്യൂസ് 18 പടന്ന. ഇടവേള. ദേശീയപാത തൊട്ടപ്പുറത്ത് അടച്ചിട്ടുണ്ട്. ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് അടച്ചിരിക്കുകയാണ്. ആ ദേശീയപാത ഇന്ന് തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. ഇപ്പോൾ വാഹനങ്ങൾ മറ്റൊരു വഴിക്കാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാന പാതയാണെന്ന്, ഗോവ മംഗലാപുരം പ്രധാന പാതയാണത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത്. ഇത് അങ്കോളയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഇതിലേക്ക്, അതായത് മുംബൈയിലേക്ക് തിരിയും. മറ്റൊരു ഭാഗത്തുനിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഗോവ. അങ്ങനെയാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. ഇത് ദിവസങ്ങളായി, 2 ആഴ്ചയായി ഈ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഇതിലെ മണ്ണുകളെല്ലാം, കല്ലും ഏറെക്കുറെ നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും കരസേന ചെയ്യുക. ഒപ്പം തന്നെ നാവികസേനയും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ട്.
അവരെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലും അവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നദിയിലിറങ്ങിയുള്ള തിരച്ചിൽ ഉണ്ടാവില്ല ഇന്നു മുതൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഗംഗാവലി നദിയിൽ ഇപ്പോഴും ശക്തമായ അടിയൊഴുക്കുണ്ട്. അടിയൊഴുക്ക് മാത്രമല്ല 140 ഭാഷകളിൽ പാടി ഗിന്നസ് ലോക റെക്കോർഡിട്ട പ്രവാസി മലയാളി സുജേത സതീഷിന്റെ സംഗീത പരിപാടി കൊച്ചിയിൽ നടന്നു. സുപ്രസിദ്ധ സംഗീതജ്ഞൻ ജെറി അമൽദേവിന്റെ ശിഷ്യയാണ് സുജേത. കേരളത്തിൽ സുജേത അവതരിപ്പിച്ച ആദ്യ സംഗീത പരിപാടി കൂടിയായിരുന്നു കൊച്ചിയിലേത്. സംഗീതം ഭാഷകൾക്ക് അതീതമാണെന്ന് അടയാളപ്പെടുത്തുകയാണ് പ്രവാസി മലയാളിയായ ഈ പെൺകുട്ടി. കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന പരിപാടിയിൽ 9 മണിക്കൂർ കൊണ്ട് 140 ഭാഷകളിലെ പാട്ടുകൾ പാടി വിസ്മയം തീർത്തു. 39 ഇന്ത്യൻ ഭാഷകളും 101 ലോകഭാഷകളിലുമുള്ള ഗാനങ്ങൾ. 3-ാം വയസ്സു മുതൽ സംഗീതം പഠിക്കുന്ന സുജേത തന്റെ തന്നെ റെക്കോർഡാണ് അന്ന് തിരുത്തിയതും. ഗുരുനാഥൻ ജെറി അമൽദേവുമൊത്താണ് സുജേത കൊച്ചിയിലെ വേദിയിലെത്തിയത്. ഗുരുനാഥനോടുള്ള ആദരമായി ജെറി അമൽദേവിന്റെ പാട്ടുകളാണ് വേദിയിൽ അവതരിപ്പിച്ചത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ TC സതീഷിന്റെയും സുമിത ആയില്യത്തിന്റെയും മകളാണ് സുജേത. കോഴിക്കോട് ടൗൺ ഹാളിൽ ഓഗസ്റ്റ് 2 വൈകിട്ടാണ് സുജേതയുടെ അടുത്ത സംഗീത പരിപാടി. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നയാർ വെള്ളച്ചാട്ടത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ജലസമൃദ്ധമായ പുന്നയാർ കുത്തിന്റെ ഭംഗി എത്ര കണ്ടാലും മതിവരാത്തതാണ്. മൺസൂൺ കാലത്തും ജലാശയം കാണാനെത്തുന്നത് നിരവധി പേര്. പുന്നയാറിലെ മനോഹരമായ വെള്ളച്ചാട്ടമാണിത്. 70 അടിയിലധികം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം പാറക്കെട്ടുകളിൽ തട്ടി പതഞ്ഞൊഴുകുകയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യം നോക്കിയാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ 12-ാം വാർഡ് പുന്നയാറ് വെള്ളച്ചാട്ടം അതിരപ്പള്ളിയേക്കാൾ കൂടുതൽ മനോഹരമാണെന്ന് തെളിയിക്കപ്പെടുന്ന 2 ഷൂട്ടിംഗ് ഇവിടെ നടന്നു. അതോടുകൂടി ഇത് ലോകശ്രദ്ധയിൽപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിന് പഞ്ചായത്തിൽ നിന്ന് യാതൊരു വക അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കാത്തതുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്ന് വഴി സൗകര്യമില്ല. അപ്പോൾ യാതൊരു വക സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇന്ന് യാതൊരു പ്രയോജനവും ഈ പഞ്ചായത്തിനോ ഈ നാടിനോ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇത് അധപ്പതിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി സഞ്ചാരികളാണ് ഓരോ സീസണിലും ഇവിടേക്ക് എത്തുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ഇവിടെ ഇറങ്ങാതെ പോകാറില്ല. വട്ടോൺ പാറയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി നിയമിച്ചാൽ ഇവിടുത്തെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകും. ന്യൂസ് 18 ഇടുക്കി. മലയാളിക്ക് വാഹനങ്ങളോടുള്ള ഇഷ്ടം വളരെയേറെയാണ്. വിവിധ തരം ബൈക്കുകളും കാറിനോടും ഒക്കെ നീളുന്നു ഇഷ്ടം. എന്നാൽ പൊന്നാനി സ്വദേശി അരവിന്ദന്റെ ഇഷ്ടം വേറെ ലെവലാണ്. KSRTC ബസ്സിനോടാണ് ഇദ്ദേഹത്തിന് ഹരം. കുട്ടിക്കാലം മുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പൊന്നാനി സ്വദേശിനി TV അരവിന്ദന്. യാത്രകൾ തെരഞ്ഞെടുക്കുന്നതാകട്ടെ KSRTC ബസ്സും. യാത്ര പോകാനില്ലെങ്കിലും വെറുതെ നാട്ടിലെ റൂട്ടിൽ KSRTC ബസ്സിൽ യാത്ര നടത്തും. വീടിന് ആനവണ്ടിയുടെ രൂപം നൽകണമെന്നാണ് അരവിന്ദന്റെ ആഗ്രഹം. KSRTC ബസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ബസ്സിന്റെ 2 മിനിയേച്ചറുകളും അരവിന്ദൻ സ്വന്തമാക്കി. KSRTCയോട് എനിക്ക് വളരെ മുന്നത്തെ ചെറുപ്പം മുതൽ തന്നെ അതിനുമില്ലാത്തൊരു ആരാധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയൊരു ഇഷ്ടമായിരുന്നു വണ്ടി കാണാൻ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ അതിൽ ആ കാലത്ത് ഇപ്പോഴും അതെ കൂടുതൽ ഞാൻ അതിൽ യാത്ര ചെയ്യാറുണ്ട്. അതിൽ എവിടെ പോകുമ്പോഴേ ഇപ്പോൾ ഇവിടുന്ന് പൊന്നാനി പോകുന്ന പുറപ്പെടുന്ന ബസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് എടപ്പാൾ പോയി അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർ കോഴിക്കോട് പോകേണ്ട KSRTCയിലേ കയറുള്ളൂ. അതിൽ യാത്ര ചെയ്യാൻ സുഖമാണ്. ഇപ്പോഴത്തെ സുഖമായും സമാധാനമായും യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം KSRTC തന്നെയാണെന്നാണ് അരവിന്ദൻ പറയുന്നത്. പുതിയ പരിഷ്കാരങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഇനിയും KSRTCയിൽ തന്നെ യാത്ര ചെയ്യാനാണ് ഈ ആനവണ്ടി പ്രേമിയുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ.
ആലപ്പുഴ മധുര സംസ്ഥാന പാതയിലെ വരിക്കമുത്തപ്പൻ ഹിൽ ടോപ്പിലെ പാറക്കൂട്ടങ്ങൾ അപകട ഭീഷണിയാകുന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റിയ പാറകളുടെ ബാക്കി ഭാഗമാണ് താഴേക്ക് പതിക്കാവുന്ന വിധം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വെൺമണിക്ക് സമീപത്തെ വരിക്കമുത്തപ്പൻ ഹിൽ ടോപ്പിൽ നിരവധി സഞ്ചാരികളാണെത്തുന്നത്. വഴിയാത്രക്കാർ ഇവിടെ വാഹനം നിർത്തി ലഘുഭക്ഷണം കഴിക്കുവാനും ഹിൽ ടോപ്പിലെ പാറക്കെട്ടുകളിൽ കയറി കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതും പതിവാണ്. എന്നാൽ ഹിൽ ടോപ്പിൽ താഴേക്ക് പതിക്കാവുന്ന വിധം നിരവധി പാറക്കൂട്ടങ്ങളുണ്ട്. വരിക്കമുത്തൻ ഹിൽ ടോപ്പിൽ റോഡിന് വേണ്ടി പാറകൾ പൊട്ടിക്കുകയും അതിൻ്റെ ബാലൻസ് അപകടകരമായ രീതിയിൽ എപ്പോൾ വേണേലും നിലം പൊത്താവുന്ന വിധത്തിലാണ് ടണ്ണ് കണക്കിന് പാറകൾ ഇരിക്കുന്നത്. ഇവിടെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ പലപ്പോഴും വരെ പിള്ളേരൊക്കെ കയറി തലതാരയ്ക്കാണ് അപകടങ്ങൾ ഒഴിവായി പോയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇത് പൊട്ടിച്ചു മാറ്റി ഇവിടുത്തെ ഒരു അപകടം വരാൻ പോകുന്ന ഒരു അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒഴിവാക്കണമെന്ന് വിനയപരിസരം നാട്ടുകാർക്ക് അഭ്യർത്ഥിക്കുവാണ്. സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പാറകൾ മുറിച്ചു മാറ്റിയത്. നിർമ്മാണത്തിന് ശേഷം പാറയുടെ അവശിഷ്ടങ്ങൾ മലമുകളിൽ അപകടകരമായി സ്ഥിതി ചെയ്യുകയാണ്. വിണ്ടുകീറിയ പാറകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം. അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പാറ നീക്കം ചെയ്യാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വിദേശത്ത് നിന്ന് മരുന്നെത്തുന്നു. ജർമ്മനിയിൽ നിന്നാണ് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിക്കുക. മരുന്ന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വിദേശത്ത് നിന്ന് മരുന്ന് എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. ജർമ്മനിയിൽ നിന്നാണ് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിക്കുക. മരുന്ന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് അത്ര പരിചയമില്ലാത്തൊരു പേരായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അസുഖം. വി അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വളരെ ആശ്വാസം നിറഞ്ഞൊരു വാർത്ത വരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് മരുന്നെത്തുന്നു എന്നുള്ളത്. എപ്പോഴത്തേക്ക് ഈ മരുന്നെത്തും? കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു അസുഖമായിരുന്നു. പക്ഷേ ഇതിനു മുൻപ് ഒരുപാട് കുട്ടികൾ ഈ അസുഖം ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം സമീപകാലത്തുണ്ടായി. മരുന്നെത്തുന്നത് തീർത്തും ആശ്വാസകരമാണല്ലേ? വലിയ ആശ്വാസമാക്കുന്ന വിവരം തന്നെയാണ് ഇത്. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്, വലിയ ആശങ്കയുണ്ടാക്കിയത്. ജർമ്മനിയിൽ നിന്നാണ് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിക്കുക. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് വ്യവസായിയായ ഡോക്ടർ ഷംസീർ വയലിൽ ഈ മരുന്ന് എത്തിക്കുന്നത്. ഇന്ന് മരുന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യമായാണ് വിദേശത്ത് നിന്ന് മസ്തിഷ്ക ജ്വരത്തിന്റെ മരുന്നുകൾ എത്തിക്കുന്നത്. കൂടുതൽ ബാച്ച് മരുന്നുകൾ വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്നും വിവരങ്ങളുണ്ട്. തീർച്ചയായും വളരെ ആശ്വാസമുള്ളൊരു വാർത്ത. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വിദേശത്ത് നിന്ന് മരുന്നെത്തിക്കും. ഇന്ന് മരുന്ന് തിരുവനന്തപുരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത് ചേരും. നമസ്കാരം. പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ